നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്രാ നിരക്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോഴായിരുന്നു വൻ വർധനവ് പോലും രേഖപ്പെടുത്തിയത്. അതായത് 3 ഇരട്ടിയിലേറെ വർധനയാണ് വിമാന കമ്പനികൾ ഓരോ ടിക്കറ്റിനും വരുത്തിയിരുന്നത്. 2 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷങ്ങൾ സജീവമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു വിമാന കമ്പനികൾ നിരക്ക് കൂട്ടി പ്രവാസികളെ വട്ടം കറക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ടിക്കറ്റ് വിലയിൽ കമ്പനികൾ കുറവ് വരുത്തിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കാർ കുറഞ്ഞതോടെയാണ് ടിക്കറ്റ് നിരക്ക് കുറച്ച് വിമാന കമ്പനികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് ആദ്യവാരം മുതൽ സാധാരണ നിരക്കിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗൾഫിലെ സ്കൂളുകൾ മധ്യവേനൽ അവധിക്ക് അടച്ചതും ബലിപ്പെരുന്നാളും അവസരമാക്കിയായിരുന്നു കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് വിമാന കമ്പനികൾ കുത്തനെ വർദ്ധിപ്പിച്ചത്. അങ്ങനെ ജൂലൈയിലെ ആദ്യ 2 ആഴ്ചകളിലായിരുന്നു ഏറ്റവും കൂടിയ നിരക്ക് ഈടാക്കിയിരുന്നത്. ഇതോടെ സാധാരണക്കാർക്ക് നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ജൂലൈ 1 അടച്ച സ്കൂൾ ഓഗസ്റ്റ് അവസാനം തുറക്കുമെന്നതിനാൽ തന്നെ മിക്ക പ്രവാസി കുടുംബങ്ങളും ഇതിനകം തന്നെ നാട്ടിലെത്തിയിട്ടുമുണ്ട്. ജൂലൈയിൽ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശരാശരി 35,000 രൂപയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിലെ നിരക്കുന്നത്. എന്നാൽ ഇതേ റൂട്ടിൽ ഓഗസ്റ്റിൽ 13,400 രൂപ നൽകിയാൽ മതിയാകുമെന്നാണ് വിവരം. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 40,000 രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് ഓഗസ്റ്റിൽ 10,850 രൂപ മതിയാകുന്നതായിരുന്നു. ബഹ്റൈൻ, കുവൈറ്റ്, ദമാം, മസ്കറ്റ്, ജിദ്ദ റൂട്ടുകളിൽ എല്ലാം കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീസൺ ലക്ഷ്യമിട്ട് വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ പ്രവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇത്തരം കൊള്ള അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമായി പ്രവാസി സംഘടനകൾ പലതവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നതാണ് ആരോപണം. എന്തായാലും യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയതോടെ വിമാന കമ്പനികൾ തന്നെ ഇത്തരത്തിലുള്ള സമീപനം മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഓഗസ്റ്റ് ആദ്യവാരത്തിലെ നിരക്ക് ഇപ്രകാരമാണ്. ബഹ്റൈൻ കോഴിക്കോട് 22,000, കുവൈറ്റ് കോഴിക്കോട് 17,000, ദമാം കോഴിക്കോട് 13,000, മസ്കറ്റ് കോഴിക്കോട് 9,000, ജിദ്ദ കോഴിക്കോട് 17,600, ദോഹ കോഴിക്കോട് 17,000. ജൂലൈയിലെ ആദ്യ ആഴ്ച ഈടാക്കിയ നിരക്ക് ഇപ്രകാരമാണ്. ബഹ്റൈൻ കോഴിക്കോട് 44,000, കുവൈറ്റ് കോഴിക്കോട് 31,000, ദമാം കോഴിക്കോട് 38,000, മസ്കറ്റ് കോഴിക്കോട് 37,000, ജിദ്ദ കോഴിക്കോട് 31,000, ദോഹ കോഴിക്കോട് 40,000. ഇതിലാണ് വലിയ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.